Hi, I am Rojes, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2023 National Defense Academy second session examination application invite ചെയ്തിരിക്കുന്നു. നമുക്കറിയാം NDA examination every year 2 times ആണ് examination നടക്കുക. ജനുവരിയിലും ജൂലൈയിലും. ഇപ്പോൾ ഈ സെക്കൻഡ് സെഷൻ ജൂലൈയിൽ നടക്കുന്ന എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് ജൂൺ 6-ന് മുൻപായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാൻ NDA ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 6th June 2023. വിശദ വിവരങ്ങൾ മനസ്സിലാക്കാനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് upsc.gov.in. ഈ വെബ്സൈറ്റിലൂടെ UPSC നടത്തുന്ന ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടുള്ള എക്സാമിനേഷനാണ്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2. പാർട്ട് 1 എന്ന് പറയുന്നത് മാത്സ് മാത്രമുള്ള 2.5 മണിക്കൂറിൻ്റെ 300 മാർക്കിൻ്റെ എക്സാമിനേഷനാണ്. പാർട്ട് 2 എന്ന് പറയുന്നത് 2.5 മണിക്കൂർ തന്നെയുള്ള എക്സാമിനേഷനാണ്. പാർട്ട് എയിൽ ഇംഗ്ലീഷിന് 300 മാർക്കും പാർട്ട് ബിയിൽ ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ ബാക്കിയുള്ള ജനറൽ സോഷ്യൽ വരുന്ന കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് 300 മാർക്കും. അതായത് പേപ്പർ 2-ന് 600 മാർക്കും പാർട്ട് 1 സെക്ഷന് 300 മാർക്കും. ഔട്ട് ഓഫ് 900-ൽ നടക്കുന്ന എക്സാമിനേഷനാണ് ഈ NDA എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഈ എക്സാമിനേഷൻ എഴുതി വിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഏകദേശം ഒരു 8,000-ഓളം കുട്ടികളെയാണ് ഈ ഫസ്റ്റ് എക്സാമിനേഷനിൽ നിന്നും സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിൽ നിന്നും പിന്നീട് വരുന്ന 2 സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ട്. ഒന്ന് മെഡിക്കൽ, 2 SSB സർവീസ് സെലക്ഷൻ ബോർഡ്. ഈ 2 സെക്ഷനിലൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ NDAയിലുള്ള ടോട്ടൽ വരുന്ന 395-ഓളം സീറ്റുകൾ ഫില്ല് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 സെക്ടറിലൂടെ 370 സീറ്റുകളും ഏഴിമല നാവൽ അക്കാഡമിയിൽ നേവൽ സെക്ടറിൽ തന്നെയായിട്ടുള്ള 25 സീറ്റുകളും, അങ്ങനെ ടോട്ടൽ 395 സീറ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഈ NDA എക്സാമിനേഷൻ നടത്തി സെലക്ഷൻ പ്രൊസീജിയറിലൂടെ സീറ്റുകൾ ഫില്ല് ചെയ്യുക. ഈ സെലക്ഷൻ പ്രൊസീജിയറിൽ നാം വിൻ ചെയ്ത് കഴിഞ്ഞാൽ ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 സെക്ടറിലെ വിദ്യാർത്ഥികൾക്കും പൂനെയിലുള്ള ക്യാമ്പസിലാണ് ട്രെയിനിങ് പ്രോഗ്രാം, 3 വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാം ആദ്യം നടക്കുക. ഈ നേവൽ സെക്ടറിലേക്ക് മാത്രം അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ നടക്കുന്നത്, കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഏഴിമല നാവൽ അക്കാഡമിയിലാണ്. അപ്പോൾ ഈ പൂനെയിലുള്ള ക്യാമ്പസിലും ഏഴിമല ക്യാമ്പസിലുമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് കിട്ടുന്നത്. ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ആർമി, നേവി, എയർഫോഴ്സിൻ്റെ 3 സെക്ടറിലെയും ഓഫീസർ റാങ്ക് ഡെസിഗ്നേഷനിലേക്കാണ് ഒരു വിദ്യാർത്ഥി എത്തപ്പെടുക. ഇത് നമുക്കറിയാം NDA എന്ന് പറയുന്നത് വെറുതെ ഒരു കോഴ്സ് മാത്രമല്ല, ഒരു ദേശഭക്തിയുള്ള, ഒരു രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാൻ ഇച്ചിരി ധൈര്യമുള്ള വിദ്യാർത്ഥികൾക്ക്, അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ശരിക്കും ഈ NDA എക്സാമിനേഷൻ എഴുതി ഇതേപോലെ ഒരു പ്രൊഫഷനിലേക്ക്, ഒരു ഓഫീസർ ഡെസിഗ്നേഷനിലേക്ക്, അത് ആർമിയിലെയോ നേവിയിലെയോ എയർഫോഴ്സിലെയോ 3 ഡെസിഗ്നേഷനിലേക്ക് എത്തേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സെക്ടറിലേക്ക്, ആർമി സെക്ടറിലേക്കോ എയർഫോഴ്സിൻ്റെയോ നേവിയുടെയോ ഒരു രാജ്യത്തിൻ്റെ അഭിമാനം കാക്കുന്ന ഓഫീസർ ഡെസിഗ്നേഷനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, +2 സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും നമുക്ക് UPSC നടത്തുന്ന ഈ NDA എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒരിക്കൽ കൂടി ഓർക്കുക. വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന എക്സാമിനേഷനിൽ ഇത് സെക്കൻഡ് സെഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 6th June 2023. എല്ലാ വിദ്യാർത്ഥികളും, NDA ടാർഗറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, നന്നായി പഠിക്കുക. ഇതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം, സിമ്പിൾ മെത്തേഡിലൂടെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു കാര്യം മാത്രം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം കൊടുക്കുന്ന ID പ്രൂഫ്, ഏതാണോ ID പ്രൂഫ് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്നത്,
ഇത് തന്നെ മുമ്പോട്ട് വരുന്ന ഓരോ സ്റ്റേജുകളിൽ എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുന്ന സമയത്തും മെഡിക്കൽ സ്ക്രീനിങ്ങിന് നാം സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ സമയത്തും അതിനുശേഷം SSB ഇൻ്റർവ്യൂവിന് നാം സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ടൈമിലും എപ്പോഴും ആ സെയിം ID പ്രൂഫ് ആയിരിക്കണം നാം സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഈ എക്സാമിനേഷന് നാം കൊടുക്കേണ്ട ഡോക്യുമെൻസുകളും നാം എൻട്രി ചെയ്യേണ്ട കാര്യങ്ങളുമൊക്കെ തെറ്റില്ലാതെ ചെയ്ത് UPSCയുടെ ഈ എക്സാമിനേഷൻ എഴുതി വിജയിക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കൃത്യമായി പ്രയോജനപ്പെടുത്താൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ. ഇതിനോടൊപ്പം എൻട്രൻസ് മേഖലയിലുള്ള പുതിയ പുതിയ അപ്ഡേഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ഇതിനോടൊപ്പം ഈ പരീക്ഷകൾക്കെല്ലാം നാം പഠിക്കേണ്ടത് ഒരു 17th ഏജ് ആണ് എന്ന് നാം മനസ്സിലാക്കുക. ഈ ഒരു NDA എക്സാമിനേഷൻ മാത്രമല്ല, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകളോ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകളോ അതുപോലെ മെഡിക്കൽ സെക്ടറിലെ എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള NEET എക്സാമിനേഷനോ IIT JEE എക്സാമിനേഷനോ അതുപോലെ KEAM എഞ്ചിനീയറിംഗ് സെക്ടറിലെ KEAM എക്സാമിനേഷനോ ഇങ്ങനെ ഒരു 17ാമത്തെ ഏജിൽ 17th ഏജിൽ 11th 12th പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കാത്തിരിക്കുന്ന 42ലധികം എൻട്രൻസ് പരീക്ഷകൾ ഏതുമാവട്ടെ, ഇതിനൊക്കെ നന്നായി പഠിച്ചുയരാൻ ഓരോ വിദ്യാർത്ഥിക്കും സാധിക്കട്ടെ. ഒരു മാർക്ക് ഓറിയന്റഡ് സ്റ്റഡിയിൽ നിന്ന് മാറി എനിക്ക് 10ാം ക്ലാസ്സിൽ A+ വേണം, +2 A+ വേണം എന്ന മാർക്കിൽ നിന്ന് മാറിക്കൊണ്ട് 17ാമത്തെ വയസ്സിൽ തന്നെ +2 പഠിക്കുന്ന സമയത്ത് തന്നെ മികച്ച ഡെസിഗ്നേഷൻ തരുന്ന ക്യാമ്പസുകളിലേക്ക് എത്താൻ നിങ്ങളുടെ 11th 12th പഠനം കൃത്യമായി ഷെഡ്യൂൾ ചെയ്യണം എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൽഫ അക്കാഡമിയുടെയും ജീനിസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെയും ക്യാമ്പസിൽ നിന്നുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ലൊരു വിജയം നേടാൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്.